ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു മാങ്ങ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഇത്. തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ അതേ മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി ഇങ്ങനെ നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൾസ് മോഡിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 1/4 ടീസ്പൂണിനൊക്കെയും കുറവിൽ ഒരു നുള്ള് ഉലുവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കടുകും ഉലുവൊക്കെ നല്ലോണമൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം മതി. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. ഇപ്പോൾ കടുകും ഉലുവൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊന്ന് പൊടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് കൂടുതൽ നല്ലത്. 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടുക് ഉലുവ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. കടുക് ഉലുവ പൊടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് വേണം അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലോണം ഈർപ്പൊക്കെ ഉണ്ടാകും. ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റോളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമാണ് കേട്ടോ അത് നല്ലോണമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് മുഴുവനായിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല. ഇതിപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നാൾ കേടുകൂടാതൊക്കെ ഇരിക്കും. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം. അതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്